ഹലോ ഗായ്സ്, എന്താ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പുതിയ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ വ്ളോഗാണ്. എൻ്റെ വീട്ടിൽ പോയിട്ടുള്ളൊരു വ്ളോഗാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വാവയ്ക്ക് പോളിയോ കൊടുക്കണം, പിന്നെ 1 വീക്ക് വീട്ടിൽ നിൽക്കണം, പിന്നെ ചേച്ചി ചേട്ടനൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കൂടിയ ഒരു ദിവസമായത് കാരണം കൊണ്ടും കനാലിൽ വെള്ളം വിട്ടിട്ടുള്ളത് കൊണ്ടും പിന്നെ നമ്മുടെ അന്തരീക്ഷം ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടും നമ്മൾ ദേ കനാലിൽ കുളിക്കാനായിട്ട് ഈവനിങ് നേരത്തെ ഇറങ്ങി കേട്ടോ. വെയിലൊക്കെ മാറി ഒന്ന് പോയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതിയ പാലത്തിലും അപ്പുറത്ത് കാണുന്നതാണ് പഴയ പാലം. നമ്മൾ പണ്ടൊക്കെ വീട്ടിലേക്ക് കടന്നിരുന്ന ആ പാലം വഴിയായിരുന്നു. ഇപ്പോൾ കനാൽ വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. കനാലിപ്പോൾ നിറച്ച് പുല്ലാണ് കേട്ടോ, അതൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. ശരിക്കും ഇത് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളതായത് കാരണം കൊണ്ട് ക്യാമറ തിരിച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ച് ഭാഗങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോ എന്തായാലും പോയി കാണണേ. അപ്പോൾ ഇതേ കനാലിലേക്ക് ഇറങ്ങി ആ അറ്റത്ത് മുകളിലൊരു വീട് കാണുന്നുണ്ട് കേട്ടോ, അതാണ് എൻ്റെ വീട്. ശരിക്കും ഇത് കാണുന്നില്ല. ഇതേ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. കനാലിൽ ഇറങ്ങി കുളികളൊക്കെ തുടങ്ങി. അനിയത്തി 2 പിള്ളേരുണ്ട്, അവരും കുളി തുടങ്ങി. ഇവരൊക്കെ കനാലിൽ ചാടാനിരിക്കുകയാണ്. ആക്ച്വലി ഞാനും എൻ്റെ മോനും കനാലിൽ ഇറങ്ങിയില്ല. ഒന്നാമത്തെ കാര്യം വാവയ്ക്ക് ഇറങ്ങാനുള്ള ഒരു ഇതായിട്ടില്ല. ഞങ്ങളിത് പിന്നെ കണ്ട് ആസ്വദിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ കനാലിൽ ഇറങ്ങണം എന്നുള്ളൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കനാലിലൊക്കെ ഇറങ്ങി ഇതേ ചാട്ടം കുളിയൊക്കെ തുടങ്ങി. അനീത്തിയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അനീത്തി പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് അവൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിയൊക്കെ ചാടി ഇതേ കനാലിൽ നീന്തി കുളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും കുളിക്കുന്നുണ്ട്. ആക്ച്വലി പുള്ളിക്കാരനെ കാണിക്കുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഴുക്കുണ്ട് കേട്ടോ, അത്യാവശ്യം ഒഴുക്കൊക്കെ ഉണ്ട്. നമുക്കിത് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന ഹൈറ്റ് എത്രയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞപ്പോൾ അവർ വീഡിയോയ്ക്ക് വേണ്ടി ഹായ് കാണിക്കുന്നുണ്ട് വാവ. പിന്നെ ഇത് അന്ന് വൈകുന്നേരമാണോ പിറ്റേ ദിവസമാണോ എന്നറിയില്ല, എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ്റെ മോൻ, അവന് ഞണ്ട് മേടിച്ചുകൊണ്ട് വന്നിട്ട് റോസ്റ്റ് ചെയ്യണം എന്നിട്ട്. അപ്പോൾ അവൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവൻ അത്യാവശ്യം ഫുഡൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, ഇഷ്ടപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല. ഞണ്ട് അവൻ മേടിച്ചുകൊണ്ട് വന്നത് അവൻ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞണ്ടൊക്കെ പൊളിച്ച് വെട്ടി ക്ലീനാക്കി ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് സത്യമായി ഞണ്ട് നന്നാക്കാൻ അറിയില്ല കേട്ടോ. അവനൊക്കെ സുഖമായിട്ട് വെട്ടി തടുകൂടിയൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, ഞാൻ അതുവരെ വെച്ചിട്ടുമില്ല. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി നമ്മളിതേ മസാലയൊന്നും പുരട്ടിയില്ല. അത് അങ്ങനെ വെറുതെ ക്ലീനാക്കി കൊണ്ട് വെച്ചിട്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും സബോള വെളുത്തുള്ളി എല്ലാം ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് വാട്ടിയതിന് ശേഷം മല്ലിപ്പൊടിയും മുളകും പൊടിയും മസാലപ്പൊടി ഇട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി മസാല സ്ലോ കുക്കിൽ മൂപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല കളറ് വീഴും. അതായത് നല്ലൊരു എന്താ പറയുക റെഡിഷ് കളറ് വീഴും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഓവർ കുക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞൊരു സ്മെല്ലും അത് വരും. പതുക്കെ കുക്കിനെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിലിരിക്കും മസാലയൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ആ ക്ലീനാക്കി വെച്ചിട്ടുള്ള ഞണ്ട് നമ്മളതിലേക്ക് ആഡ് ചെയ്തു. അതിന് ശേഷം അവൻ്റെ ഒരു പൊടിക്കൈ പോലെ ഉപ്പിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇടണമെന്ന് വെച്ച് പറയാം, ഇതാണ് മറ്റേ ടേസ്റ്റ് കൂടാനുള്ള സാധനം എന്ന് പറഞ്ഞിട്ടാണ് ആ സാധനം ഇടുന്നത്. ശരിക്കും അത് ആക്ച്വലി ഉപ്പാണ് കേട്ടോ. ശരിക്കും ഞാനിതുവരെ ഞണ്ട് കഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിലങ്ങനെ ഞണ്ട് മേടിച്ച് കുക്ക് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ട് അങ്ങനെ ഞണ്ട് കഴിച്ചിട്ടൊന്നുമില്ല. പുറത്ത് പോയിട്ട് ഞാൻ ഞണ്ട് കഴിച്ചിട്ടില്ല. കാരണം എനിക്ക് ഞണ്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. എന്നിട്ട് ഞാൻ കഴിച്ച് നോക്കാത്തത് കൊണ്ട് അത് പറ്റിയില്ലെങ്കിൽ കളയാനുള്ളൊരു ബുദ്ധിമുട്ട്, കളയാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാശ് കൊടുത്ത് മേടിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു സാധനം മേടിച്ച് കളയുക, ഫുഡ് കളയുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ പുറമെ എവിടുന്നും അത് പരീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ ഇവൻ എന്താ പറയുക, ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു സാധനം. പിന്നെ കുറച്ച് എരിവ് കൂടുതലായിരുന്നു. എനിക്ക് തോന്നുന്നു എരിവ് കൂടിയത് കൊണ്ടാണോ അതിനത്ര ടേസ്റ്റ് കൂടിയെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളെല്ലാവരും കഴിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ കഴിച്ചു. അങ്ങനെ കുറേ നേരം അത് ഇങ്ങനെ സ്ലോവിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ട, നേരത്തെ മസാലേൻ്റെ കളറും ഇപ്പോഴത്തെ മസാലേൻ്റെ കളറും കുറച്ച് വ്യത്യാസമില്ലേ. ഇതിങ്ങനെ അതിൽ കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വെന്ത് എന്ത് രസമായിരുന്നറിയോ. നിങ്ങൾ ആരെങ്കിലും ഞണ്ട് കഴിക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിച്ചപ്പോൾ അടിപൊളിയാണ്, നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങൾ അവനെ പുകഴ്ത്തുമായിരുന്നു, നന്നായിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ പാത്രത്തിലാക്കി കൊണ്ടു കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ വൈകുന്നേരമായപ്പോൾ അതിന് കുറച്ച് എടുത്തിട്ട് ഞാൻ തന്നെ കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സത്യം പറയാം, നല്ല രസമാണ് കേട്ടോ. എനിക്കും ഉണ്ടാക്കി നോക്കണമെന്നുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെ എല്ലാവരും ഞണ്ട് കഴിക്കുമെന്നൊരു ഇതൊന്നുമില്ല. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും കഴിക്കാത്തവരുണ്ട്, കഴിച്ചവരുണ്ട്, ഇതിൻ്റെ ടേസ്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയ്ക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബായ്.